ആക്സിഡന്റ് കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഞായറാഴ്ചയുമാണ്. പള്ളിയിൽ എനിക്ക് രാവിലെ പോകാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരുമില്ലാത്തത് കൊണ്ട് എന്നാൽ പിന്നെ വണ്ടി എടുക്കാമെന്ന് ഞാൻ കരുതി. അങ്ങനെ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് കുനുമാവ് പള്ളിയിൽ പോയിട്ടാണ്. അന്നാണെങ്കിൽ അവിടെ മാതാവിൻ്റെ വണക്കമാസത്തിൻ്റെ അവസാന ദിനത്തിൻ്റെ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. നേർച്ച വിതരണമുണ്ട്. പക്ഷെ അതിന് നിൽക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം വീട്ടിൽ കൊച്ചിനെ കിടത്തി ഉറക്കിയിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് എന്നെപ്പോലെ തന്നെ ആക്സിഡൻ്റായി കിടക്കുന്ന ഒരു അങ്കിളെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്കിളുടെ ഹാൻഡിൽ ബൈക്കുകാരൻ വന്ന് ഇടിച്ചിട്ടിട്ട് ഒരൊറ്റ പോക്കാണ്. തിരിഞ്ഞു പോലും നോക്കിയില്ല ഗൈസ്. അപ്പോൾ പിന്നീടാണ് ഫ്രാക്ചറൊക്കെ എന്ന് മനസ്സിലായത്. അപ്പോൾ ഒരാഴ്ച റെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്കിളെ കാണാൻ പോയി. പിന്നെ അവരോട് സംസാരിച്ച് വായിൽ എനിക്ക് കൊഴലപ്പം തന്നു. അത് കടിച്ച് പിടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. പോണ വഴി ഞാൻ ഫ്രൂട്ട്സൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പപ്പായ നാരങ്ങയൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഫുൾ പപ്പായ, 3-4 പപ്പായ. അപ്പോൾ പിന്നെ മുളയെ കൊണ്ടേക്കോ എന്ന് പറയും. വീട്ടിൽ ചെന്നപ്പോൾ ആളുടെ ഉറക്കം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആളെ ഒന്ന് തോണ്ടി വിളിച്ച് എണീപ്പിച്ചിട്ട് പിന്നെ ഞാൻ പോയത് അപ്പവും ഇറച്ചിക്കറിയും തട്ടാനായിരുന്നു. അപ്പോൾ ഫ്രഷ് ആയിട്ടൊരു അപ്പവും ചുട്ട് കുറച്ച് ഇറച്ചിക്കറിയും കൂട്ടി നല്ല അടിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ആ ഒരു വാക്കുകളൊന്ന് മാറി കിട്ടി. ഉറക്കത്തിൻ്റെ ചിറാപ്പായത് കാരണം നദാനിൻ്റെ മുഖത്ത് ഭയങ്കര മ്ലാനമായ ചീന എക്സ്പ്രഷൻ ആയിരുന്നു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ഹാവ് എ നൈസ് ഡേ.